ഹലോ, ഒത്തിരി നാളായല്ലേ ഞാൻ വീഡിയോ ഒക്കെ ഇട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഐറ്റം. എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ, കാരയ്ക്ക. അതിങ്ങനെ എല്ലാവരുടെ വീട്ടിലും ഇല്ലാത്ത സാധനമാണ് ഇത്. പക്ഷേ ഭാഗ്യം പോലെ എൻ്റെ ഇവിടെ ഇഷ്ടം പോലെ കാച്ച് കൊലച്ച് കിടപ്പുണ്ടായിരുന്നു. നല്ല മൂത്ത കാരയ്ക്ക കാന്താരി മുളകൊക്കെ ഇട്ട് ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണേ. ഉപ്പിലിട്ട കാരയ്ക്ക കഴിക്കുന്നതൊക്കെ മനസ്സിൽ കണ്ട് ഞാൻ നല്ല ഉത്സാഹത്തോടെ കാരയ്ക്ക കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ തൈപ്പ് അങ്ങ് ഒടിഞ്ഞുപോയി. ഞാൻ ടൈപ്പ് എത്തിയിട്ട് ശരിയാകാത്തത് കൊണ്ട് തന്നെ വീഡിയോക്ക് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളെ എനിക്ക് മുന്നണിയിലേക്ക് വിളിക്കേണ്ടി വന്നു. ലാസ്റ്റ് അമ്മ വീട്ടിൽ നിന്നപ്പോഴത്തേക്കും ശരിയായത്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ശ്രമം ആരംഭിച്ചു. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കറിക്കെല്ലാം നല്ല മൂത്താണ് കേട്ടോ നിന്നത്. ഇപ്പോൾ ഉപ്പിലിടാൻ പറ്റിയ പരിവാണല്ലോ. പിഞ്ചായിപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല. പിന്നെ ആദ്യം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞ കാരയ്ക്കയാണ്. ഇതാണ് ഞാൻ ആദ്യം പൊട്ടിച്ചെടുത്ത കാരയ്ക്ക. അതിനുശേഷം ഞാൻ ഒത്തിരി പറിച്ചെടുത്തു. അതങ്ങനെ ചില്ലിയോടുകൂടി കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇങ്ങനെ കുലകുലയായിട്ട് കാണാനായിട്ട്. പിന്നെ കാരം മാത്രമല്ല, എൻ്റെ വീട്ടിൽ പുളിഞ്ചി മാവ് ഇതൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യത്തേന്ന് പറയുന്നത് ഇത് കോട്ടുകുണം മാവാണ്. അപ്പോൾ കോട്ടുകുണം മാവിൽ ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുളിച്ചി മാവിൽ ഒരുപാട് മാങ്ങ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സീസൺ ആണെങ്കിലും എല്ലാവരുടെ വീട്ടിലൊന്നും കാണാറില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന കാരയ്ക്ക ചില്ലോടുകൂടി പറിച്ചെടുത്ത് തന്നെയൊക്കെ ഞാൻ ഓരോന്നായിട്ട് എടുത്തെടുത്തു. പിന്നെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടെടുത്തു. ഉപ്പിലിടാനുള്ള പരിപാടിയാണ്. നമ്മുടെ കാരയ്ക്കയുടെ ഉപ്പിലിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാന്താരി മുളകിൽ ഉപ്പിലിടുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ്. പക്ഷേ ഇവിടെ കാന്താരി മുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാന്താരി ചെടി ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം നശിച്ചു പോയി. ഉപ്പിലിട്ട കാരയ്ക്ക ഓരോന്നായിട്ട് ഇതുപോലെ ചില്ല് കുപ്പിക്കകത്താക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പിലിടുന്ന എല്ലാം ഇതുപോലെ ചില്ല് ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ മൺകുടമില്ലേ അതിലിട്ടിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ കുട്ടിച്ചാക്കര പോലെ പറന്നെത്തുന്ന സാധനമാണ് കേട്ടോ ഇത്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഒരു കൊതിച്ചനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടണേ. കാരയ്ക്ക ഉപ്പിലിട്ട ചൂടുവെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ ചില്ല് ഗ്ലാസ്സിലാക്കിയിട്ട് അടച്ചു വെച്ചത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഇടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്